അല്ല, ഇതിനൊരു ഹാർഡ്വെയർ പ്ലംബിങ്ങിന്റെ ടെക്നീഷ്യൻ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല അല്ലേ? വേറൊരാൾക്കും ചെയ്യാൻ പറ്റിയ കാര്യമല്ല. അങ്ങനെ നമ്മുടെ തോട്ടത്തിലും ഡ്രിപ്പ് ഇറിഗേഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഞങ്ങളും ഹൈടെക് അല്ലേ? ഞങ്ങളും ഹൈടെക്കിലേക്ക്. ഇപ്പം നിലവിലുള്ള തറക്കനുസരിച്ച് ഇവിടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൈപ്പ് ഉണ്ടല്ലോ, കറുപ്പ് പൈപ്പ്, ആ പൈപ്പ് തന്നെ ആണ് എടുത്തിട്ടുള്ളത്. പീസ് പൈപ്പ് എക്സ്ട്രാ വാങ്ങിയിട്ടില്ല. എന്നിട്ട് ഇതുപോലെ കണക്ടറൊക്കെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇതിന് ഓട്ട കുത്തണം കേട്ടോ. കറക്റ്റ് കണക്ടർ വെക്കുന്നുണ്ട്. റംഷാദ് ഇവിടെ കണക്ടർ വെച്ച് പോകുന്നുണ്ട്. 1000 മീറ്ററിൻ്റെ ഒരു റോളാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഡ്രിപ്പിന് വേണ്ടിയിട്ട്. ഇത് സിപ്പപ്പ് ടൈപ്പിലുള്ള കേട്ടോ. ഇതിൻ്റെ വേറെ ഐറ്റംസ് ഉണ്ട്. ഇത് കുറച്ച് റേറ്റ് കുറഞ്ഞ മോഡലാണ്. അതുപോലെ തന്നെ കണക്ടർ ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് തന്നെ അതിൻ്റെ ഫിറ്റിങ്സൊക്കെ ചെയ്യാൻ പറ്റും. ഇതിന് മുമ്പ് ഈ പരിപാടി ചെയ്തിട്ടുണ്ടോ? നമ്മളന്ന് പോയി പഠിച്ചല്ലേ? അന്ന് പോയി ഷെഫീഖിൻ്റെ അടുത്ത് പോയി പഠിച്ച സംഭവമാണ്. പരിപാടി കഴിഞ്ഞല്ലേ? ഇത് ഇങ്ങോട്ട് ടൈറ്റ് ആക്കണമെങ്കിൽ കുറച്ച് ലൂസ് ആക്കിയാലോ? കുറച്ച് ലൂസ് ഇട്ടാളേ മതി. ഇത് കറക്റ്റ് ടൈറ്റ് ലോക്കായി അല്ലേ? ലോക്കായി. ഓക്കെ. പിന്നെ ഇതിൻ്റെ 40 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വെച്ചിട്ട് ഉണ്ടല്ലേ, ഇവിടെയാണ് ഇതിൻ്റെ ഹോൾ ഉണ്ടാവുക. 2 ഹോൾ ഉണ്ടാവും കേട്ടോ. വെള്ളം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് ശരിക്കും വീർക്കും, വെള്ളം പാസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇതിൽ കൂടെ ഡ്രോപ്പായിട്ട് പോകും. ഇവിടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ട ഏരിയയാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത 40 സെൻറ്റിയിൽ നമുക്ക് പ്ലാന്റ് വെക്കാൻ പറ്റും. ചില പ്ലാന്റുകൾ നമ്മൾ വെക്കുന്ന സമയത്ത് ഗ്യാപ്പ് കൂടുതൽ വേണ്ടി വരും. ഇപ്പോൾ വെണ്ടൊക്കെ വെക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് വെച്ചിട്ട് ഈ 40 തന്നെ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ വെണ്ട വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ വെള്ളം ഇങ്ങനെ ഇറ്റി വീഴില്ല. ആ സ്ഥലത്ത് നമുക്ക് ചീര അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഇവിടെ പ്ലാന്റ് വെക്കുകയും ചെയ്യട്ടെ. അതൊക്കെ പിന്നെ കൃഷി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിലവിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള ഏരിയേൻ്റെ അടുത്തൊക്കെ നമ്മൾ വിരിച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ ഇവിടെ തുടക്കത്തിൽ കണ്ടല്ല, ഇവിടെ മെഷീൻ കൊണ്ട് ഹോളിട്ട് ഇവിടെ ഒരു കണക്ടർ വെച്ച് പിന്നെ അതിന് ശേഷം ഇവിടെ ഒരു PVC പൈപ്പിൻ്റെ കഷ്ണം വെക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. കാരണം വെച്ചാൽ ഈ സിപ്പപ്പിൻ്റെ സംഭവം നമുക്ക് നേരിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് പകരമായിട്ട് ആദ്യം നല്ല സ്ട്രോങ് ആയിട്ട് കണ്ടില്ല വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പുണ്ട്. ആ പൈപ്പ് ഇതാ താഴെ കിടക്കണേ, ഈ പൈപ്പ് വേറെ സെപ്പറേറ്റ് വാങ്ങിയതാണ്. ഇതിനൊന്ന് ഇങ്ങോട്ടുള്ള ഒരു ഏരിയ മാത്രം കണക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയാണ് നമ്മൾ സിപ്പപ്പിൻ്റെ പൈപ്പ് കൊടുത്ത് കറക്റ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഏരിയയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തേ കൊടുക്കാൻ പാടില്ല, വേറെ കണക്ടുണ്ടായി പറ്റില്ല. ഓൻ അബദ്ധമായിട്ട് അംഗീകരിക്കണമെങ്കിൽ നമ്മൾ അബദ്ധമായി പറയില്ല. ഇത് ഡയറക്റ്റ് കൊടുക്കുക, ഡയറക്റ്റ് ഇവിടെ കൊടുക്കേണ്ടതാണ്. അത് നേരിട്ട് തറമ്മിൽ ഇത് പൈപ്പ് വരുന്നുണ്ടെങ്കിൽ നേരിട്ട് കൊടുത്താൽ മതി. കൊടുക്കുക ഈ സാധനം കൊടുക്കണം, വേണ്ടല്ലേ? അപ്പോൾ ഈ കണക്ടർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതേ മയത്ത് കൊടുക്കണം. ഈ സിപ്പപ്പിന്റെ നേരിട്ട് കറക്റ്റായിട്ട് കയറൂല. അപ്പോൾ ഈ പൈപ്പ് ഏരിയ കൂടെ പോകണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഇതാണ് ഈ കണക്ടറാണ്. ഈ കണക്ടർ അല്ലേ? ഓക്കെ. ചെറിയ കഷ്ണം തന്നെ. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണക്ടർ ഒരു പിന്നും ഒരു ഇതും കൂടുതലാവും, പൈപ്പിനുണ്ടോ കൂടും. ഈ സംഭവം ഇപ്പോൾ എക്സ്ട്രാ ഇവിടെ വന്നിട്ടാ. ഇവിടെ വെച്ച സാധനം നേരിട്ട് ഇവിടെ തന്നെ കൊടുത്താൽ മതിയായിരുന്നു. അത് ഏരിയൻ്റെ മേലെ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം നമ്മൾ തിരിച്ചാൽ കിട്ടൂല. ഈ സാധനം പൊട്ടിച്ചെടുക്കണം. ഇതിന് കിട്ടൂലല്ലേ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ? ഉള്ളിലാണ്ട് കയറി കഴിഞ്ഞാൽ ഒരു ലോക്ക് സിസ്റ്റമാണ്, രണ്ട് വലിച്ചാൽ പോലും. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ കൃഷിയിടത്തിൽ ആ ഏരിയയിലൊക്കെ നമ്മുടെ ഡ്രിപ്പ് പൈപ്പ് ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇതാ ഈ ഏരിയയിലേക്ക് ഇപ്പോൾ പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ നനക്കാൻ ഉപയോഗിച്ചിരുന്ന പൈപ്പാട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പച്ച പൈപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ പൈപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ തൂറ്റിച്ച് ഇങ്ങനെ നനച്ചടക്കിയായിരുന്നു. ഇപ്പോൾ വഴുതനൊക്കെ ഇവിടുന്ന് ഒഴിവാക്കാറുണ്ട്. ഈ ഏരിയ ഒക്കെ നമുക്ക് ഇനി റീയൂസ് ചെയ്യാറുണ്ട്. മുളക് പ്രൂൺ ചെയ്തിട്ടൊക്കെയാണ്. മുളകിനൊക്കെ ഇനി ഡ്രിപ്പ് ഇട്ട് കൊടുത്താണ്. അവിടെയാണ് ഇതിൻ്റെ എൻഡ് ക്യാപ്പ് പരിപാടി. എൻഡ് ക്യാപ്പ് ഇട്ടാ? എൻഡ് ക്യാപ്പ് നഷ്ടമാണ്. അതെ, ലെങ്ത്ത് കൂടി രണ്ട് ജോയിൻറ്റിനും കൂടെ ഇടയിലുള്ള ഭാഗം അതിൻ്റെ കുഴപ്പമില്ല. ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ പറഞ്ഞാൽ അത് ചുളിയാൻ പാടില്ല. ചുളിയാൻ ബ്ലോക്ക് ആവുമല്ലോ അല്ലേ? എൻ്റെ നമ്മൾ ആശാൻ ഷെഫീക്ക് പറഞ്ഞ കാര്യങ്ങൾ അപ്പടിയേ നമ്മൾ എടുത്തേക്കാം.
അല്ല ഇതിനൊരു ഹാർഡ്വെയർ പ്ലംബിങ്ങിന്റെ ടെക്നീഷ്യൻ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഏതൊരാൾക്കും ചെയ്യാൻ പറ്റിയ കാര്യമല്ലേ? ഇനിയിപ്പോൾ ആർക്കെങ്കിലും ചെയ്തുതരാൻ നമ്മൾ ചെയ്തും തരൂട്ടാ. അല്ല ആർക്കെങ്കിലും ഇത് ചെയ്യാൻ വലിയ താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ് നമ്മൾ വിളിച്ചാൽ നമ്മളൊന്നും ചെയ്തു തരും. അങ്ങനെ പെയിന്റും പണി കഴിഞ്ഞിട്ട് നേരം നമ്മൾ ചെയ്യും. ഇതൊക്കെ പുതിയ തൈ കുത്തി ഇങ്ങനെ മുളച്ച് വരുന്ന സംഭവമാണ്. ഇവിടെ ഇപ്പം നമ്മൾ ഡ്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൾച്ചിങ് ഷീറ്റ് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ഇനി മൾച്ചിങ് ഷീറ്റ് വിരിക്കാനുണ്ട്. മൾച്ചിങ് ഷീറ്റ് നമ്മളിപ്പോൾ നിലവിൽ കൃഷി ചെയ്യുന്ന ഏരിയയിൽ മൾച്ചിങ് ഷീറ്റ് വിരിക്കൽ നടക്കില്ല. അപ്പോൾ പുതിയതായിട്ട് കുറച്ച് ഏരിയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇതിൽ ഒക്കെ നമുക്ക് മൾച്ചിങ് ഷീറ്റ് വിരിക്കാൻ പറ്റും. ഇവിടെയൊക്കെ നിലവിൽ മുളക് കാര്യങ്ങൾ ചെയ്യണത്. അതിലൊക്കെ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ഡ്രിപ്പ് ഇട്ട് കൊടുത്തിട്ടാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏരിയ ഉണ്ടല്ലേ, ഈ ഏരിയയിൽ നമ്മൾ ഇതേപോലെ തന്നെ ഡ്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടിവളം കൊടുത്തിട്ട് കുറച്ച് ദിവസം ഒന്ന് ഇട്ട് കഴിഞ്ഞ ശേഷം മൾച്ചിങ് ഷീറ്റ് വിരിക്കാൻ കാര്യങ്ങൾ കിട്ടാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനൊക്കെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ കോഴിക്കാട്ട് നമ്മൾ അടിവളമായിട്ട് കൊടുക്കാനുള്ള സാധനമാണ്. അപ്പോൾ നമ്മുടെ ഗപ്പി ടാങ്ക് എടുത്ത് വന്നിട്ടേ അതിലിട്ട് കത്തിച്ചിട്ട് കോഴിക്കാട്ടം കൂടുന്നത് ഇതിൽ കിട്ടിട്ട് ജസ്റ്റ് വെള്ളം ഒഴിച്ച് നനച്ചിട്ടാണ്. ചൂടൊന്നാണ്ട് പോയി കിട്ടും അല്ലേ? പിന്നെ നമ്മുടെ ചീരട്ട പ്ലാത്താങ്കര ചീര പറിച്ച് നടാനുള്ളതാണ്. ഇപ്പുറത്ത് ഇതാ നമ്മൾ ഏരിയ എടുത്ത്. ഇനി ഇതിന്റെ മേലെ മൾച്ചിങ് ഷീറ്റില്ല, ഷീറ്റില്ല, ഓപ്പൺ ആയിട്ടല്ലേ? ഇതിൽ ഓപ്പൺ ആയിട്ട് നമ്മുടെ പ്ലാത്താങ്കര ചീര പറിക്കുക, നേരിട്ട് ഇതിലേക്ക് ഇടട്ടാ. പിന്നെ അവിടെ കയ്പ, പയർ തുടങ്ങിയിട്ടുള്ള കൃഷികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കക്കേരിക്കാണ് ഈ സൈഡിൽ കാണുന്നത്. അപ്പം ഇനി നമുക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മൾച്ചിങ് ഷീറ്റ് വിരിക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഡ്രിപ്പ് ഈസി ആയിട്ട് തന്നെ നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടാവുന്നേ ഉള്ളൂ.